ആ അങ്ങനെയാണ് അത് നീങ്ങണത്. ഓ ഇപ്പോഴാണ് കാണാൻ പറ്റുന്നുണ്ട് ശരിക്കും. ഓ കിടക്കണുണ്ടോ അതിന്റെ ഇതൊരാള് നടന്നു കഴിഞ്ഞാൽ എങ്ങനെ കാണാനാളേ. ഓ അവിടെ വലിയൊരു സാധനം നിൽക്കുന്നുണ്ട് കേട്ടോ ഈ താഴെ. ഇതേ നടക്കണോ കാണാൻ പറ്റുമോ? ഈ കിളികളുടെ എൻക്ലോഷർ സൈസ് ഒന്ന് നോക്കി, ആളുകളായിട്ട് കമ്പയർ ചെയ്തിട്ട് എന്ത് വലിയ എൻക്ലോഷറാണ് നോക്കണേ. ഇത്രയും സൈസ് ഉണ്ടായിരുന്നല്ലേ അതിൻ്റെ ഉള്ളില്. ഇപ്പോൾ ഞങ്ങൾ എവിടെ പോകാൻ നിൽക്കാം? ഗൂണ്ടി നാഷണൽ പാർക്ക്. ഗൂണ്ടി നാഷണൽ പാർക്ക് ചെറിയ സൂ സെറ്റപ്പാണ്. നാഷണൽ പാർക്കാണ്, ബട്ട് ആനിമൽസിനെ മറ്റേ സൂവിൽ ഇട്ട പോലത്തെ. ഇപ്പോൾ ചെന്നൈ സിറ്റി അല്ലേ, അപ്പോൾ വിത്തിൻ ദാറ്റ് സിറ്റി വലിയ ആന ഓപ്പൺ നാഷണൽ പാർക്ക് പോസിബിൾ അല്ലല്ലോ. അപ്പോൾ ഇതൊരു എന്താ പറയുക സൂ പോലെയാണ്. ഇവിടെ പലതരം അനിമൽസ് ഉണ്ട്. ഷുവറാണോന്ന് ചോദിച്ചാൽ അതെ ഷുവറാണ്. കാരണം ഞാൻ ഗൂഗിൾ ചെയ്തായിരുന്നു. വീഡിയോ കാര്യങ്ങളൊന്നും കണ്ടില്ല, ബട്ട് ഗൂഗിൾ ചെയ്തപ്പോൾ അങ്ങനെയാണ് കണ്ടത്. വന്നോ? അപ്പം ഞങ്ങളൊരു റാപ്പിഡോ ഒരു ഓട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റാപ്പിഡോ ഓട്ടോ ആണ് ഇവിടെ ലാഭമായിട്ട് തോന്നുന്നത്. എൻ്റെ ആ സൈഡിൽ നിന്നാണോ ഈ സൈഡിൽ നിന്നാണോ ആ വരുന്നതാണോ? ആ ഇതിൻ്റെ അകത്ത് തന്നെയാണ്. ആ ഇതിനകത്ത് എവിടെയാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് ഗുവണ്ടി നാഷണൽ പാർക്കിൻ്റെ എൻട്രൻസ്. എത്രയാണ് ഫീ എന്ന് അറിഞ്ഞൂടാ. നോക്കട്ടെ, സ്കാനിങ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ഒരാൾക്ക് ഒരാൾക്ക് 60, ദെൻ വീഡിയോ ക്യാമറ ഉണ്ടെങ്കിൽ അത് 200 റേറ്റ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഏരിയ. അപ്പോൾ ഞങ്ങൾ ഗൂണ്ടി നാഷണൽ പാർക്കിലെത്തി. ജസ്റ്റ് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി. ഒരാൾക്ക് 60 രൂപ. വീഡിയോ ക്യാമറ 200 അവർ വാങ്ങിയത്. 200 അതെ 200. അപ്പോൾ ആ വഴിയാണോ അങ്ങോട്ടാണ് പോകണ്ടല്ലേ? നമ്മൾ തിരിച്ചു പോകണം. ബട്ട് വെള്ളം കുടിച്ചിട്ട് പോകാമെന്ന് ഓർത്തിട്ടാണ്. ഇതായിരിക്കും. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇഷ്ടം പോലെ ഇരിക്കാനും ഒക്കെ ഉള്ള സ്പേസാണ്. നല്ല നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് ലൈവ്ലി. ഇവിടെ ആളുകൾ വന്ന് വെറുതെ റെസ്റ്റ് എടുക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. കണ്ടിട്ട് ഇഷ്ടംപോലെ സ്കൂൾ പിള്ളേരുണ്ട്. കണ്ടിട്ട് കിടന്ന് ഉറങ്ങാൻ തോന്നുന്നു ലൈവ്ലി അല്ലേ? എടുത്തോ? പക്ഷെ ഇനി തുടങ്ങിയിട്ടുള്ളൂ. ഇനി ഇതൊരു നടന്ന് കാണാനുണ്ട് കുറേ. അപ്പോൾ ഇവിടെ ആദ്യത്തെ മാനാണ്. ഇവിടെ സ്പോട്ടഡ് ഡിയറാണ്, പുള്ളിമാനാണ്. അപ്പോൾ അതാണ്ട് ഇവിടെ ഓക്കെ ഇവിടെ കാണാൻ പറ്റും. മാനിൻ്റെ സൗണ്ട് ഉണ്ടാക്കാൻ അറിയില്ല. അതാണല്ലോ മാനിൻ്റെ സൗണ്ട്. ഓ ഭയങ്കര വെയിലാട്ടോ.
അവിടെ അടുത്ത് ഒരെണ്ണം നിൽക്കുന്നുണ്ടേ. താൻ ഒച്ചുണ്ടാക്കി. എനിക്ക് സമയത്തിന് തീറ്റ കൊടുത്തോളൂ അവർ. ഓക്കെ, അപ്പോൾ അതായിരുന്നു ആദ്യത്തേത്. പിന്നെ നമുക്ക് അടുത്ത എൻക്ലോഷറിലേക്ക് പോവാം. പെട്ടുപോയതിനെ കുട എടുത്തില്ലായിരുന്നു. അപ്പോൾ ഇത് എന്താണ് സാധനം? നോക്കാം നോക്കാം. ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വെച്ചാൽ മതി. ലെൻസ് കാണാൻ പറ്റില്ല. സെക്കൻഡ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട് സാധനം. കാണാൻ കുറച്ച് പാടാ. പക്ഷേ എന്തൊക്കെ പല തരത്തിലും എന്തൊക്കെയുണ്ട്. ഏഴാമ്പൽ അവിടെയൊക്കെ ഉണ്ട് കുറേ. പക്ഷികൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും വലിയൊരു കേജ് എന്നൊക്കെ പറയാൻ പറ്റില്ല. ഇതൊക്കെ ഷൂട്ട് ചെയ്യാം, കാരണം ഇത് ഗ്ലാസ് ഇട്ടേക്കണം കേട്ടോ. വലിയ ഒച്ചുണ്ടാക്കല്ലേ. അത് വീഡിയോയിൽ ഓർക്കും അതിൻ്റെ ഓ, അവിടെ വലിയൊരു സാധനം ഒക്കെ ഉണ്ട് കേട്ടോ. ഈ താഴെ ഇതേ നടക്കണോ? കാണാൻ പറ്റുമോ? കൊക്കിൻ്റെ എന്തോ വേറെ എന്താണ്. പക്ഷേ ഈ എൻക്ലോഷർ ആണോ നല്ല ഭംഗിയില്ലേ? നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കുറേ സ്ഥലമുണ്ട് കേട്ടോ. പക്ഷെ മാനുകളുടെ അവസ്ഥയാണ്. അപ്പോൾ ഈ സാധനമാണ് ഈ കൂട്ടി കിടക്കുന്നത്. അത് മാത്രമല്ല വേറെ കിളികളുണ്ട്. ഈ ദേശാടന പക്ഷികളൊക്കെ പോലത്തെ കൊക്കും അവിടെ നിൽക്കാൻ പറ്റിയല്ല. ഓക്കെ, മറ്റേ ചീങ്കണ്ണി പോലത്തെ സാധനേ. ഭയങ്കര ചൂടാണ് നിൽക്കാനായിട്ട്. ഇത് മറ്റേ സാധനമാണ്, ഗാരിയൽ എന്ന് പറയുന്ന സാധനമല്ലേ? അല്ലല്ല, ഇതിനകത്ത് ഉണ്ടാവും. ഇതേ കിടക്കണം കണ്ട ഒരു മീൻ അതിൻ്റെ അടുത്ത് പോയിരിക്കുന്നു. തിന്നാതെ ആണോന്നോ? അത് ഈ മുതല കണക്കിനുള്ള സാധനമല്ല. അതിൻ്റെ വായ വ്യത്യാസമുണ്ട്. ഇത് ഒരെണ്ണമല്ലോ. ഫിഷ് കിടന്നിട്ട് തിന്നാത്ത ഇത് അനങ്ങണുണ്ടോ? ഇതിനകത്ത് കാണാൻ മീനുകളുടെ ധൈര്യം സമ്മതിച്ചു അവിടെ പോയി എടുത്ത് പോയിരിക്കുക. ഇതിനെ കാണാൻ പറ്റില്ല കേട്ടോ. ഈ വീഡിയോയിൽ ഇത് കാണാൻ പറ്റുമെന്നാണ് ഞാനിരുന്നത്. ഓ, പാമ്പുകൾ അതിൻ്റെ ഉള്ള കേട്ടോ. അതും കൂടി കണ്ടിട്ട് ഇരുന്നാ പോരെ. തൊട്ടടുത്ത് തന്നെയാണ് പാമ്പുകളുടെ. അപ്പോൾ ആദ്യത്തേത് കോമൺ സാൻഡ് ബോ. നോക്ക്, എവിടെയെങ്കിലും കിടക്കണ്ടാവും. ഇത് എവിടെയാ? ഇല്ല, ചെറിയ മലമ്പാമ്പ് സാധനമാണ്. മണ്ണിൻ്റെ അടിയിലായിരിക്കും, അറിയില്ല. അപ്പോൾ ഇവിടെ ആദ്യത്തേത് തന്നെ ചീറ്റിപ്പോയി, കാണാൻ പറ്റുന്നില്ല. രണ്ടാമത്തത് ഇതിനകത്തുണ്ട്. ചേരയല്ലേ ഇത്? ചേരയാണ്. ചേര സാർ ഇതിൻ്റെ ഉള്ളിലുണ്ട്, ഇറങ്ങണില്ല.
അടുത്തത് നമ്മുടെ എല്ലാവരും ഫേവററ്റ് സാധനമാണ് അണിലി. എവിടെയാണ്? ആ പോ, അത് കാണാൻ. എവിടെ? ഓ ഓക്കെ 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 ഓക്കെ. ഓ ഇപ്പോഴാണ് കാണാൻ പറ്റുന്നത് ശരിക്കും. ഓ കിടക്കണുണ്ടോ അതിന്റെ? ഇതൊരാള് നടന്നു കഴിഞ്ഞാൽ എങ്ങനെ കാണാനാളേ? ഇത് ഇതാണെങ്കിൽ ഭയങ്കര അഗ്രസീവായിട്ടുള്ള പാമ്പാണ്, ആളുകളെ ഉപദ്രവിക്കണ പാമ്പാണ്. നമ്മുടെ വീടിന്റെ ആ പരിസരത്തുണ്ട് ഇഷ്ടംപോലെ. അടുത്തത് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കോബ്രയാണ്, മൂർഖൻ. മൂർഖനും ഇതിൻ്റെ അകത്ത് കയറി കിടക്കണം, കാണാൻ പറ്റില്ല. അടുത്ത് നോക്കാം. ഓ ഇത് ഇന്ത്യൻ റോക്ക് പൈത്തണാണ്, മലമ്പാമ്പ്. എന്തോ തിന്നിട്ട് കിടക്കുക. നല്ല സൈസ് ആവണ പാമ്പാട്ടോ. ഇന്ത്യൻ റോക്ക് പൈത്തൺ ആണ് എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഏറ്റവും നീളം വെക്കണ പാമ്പ്, റോക്ക് പൈത്തൺ. വലിയ കണ്ണാടി ആയതുകൊണ്ട് ധൈര്യം, അല്ലെങ്കിൽ ധൈര്യമില്ല. വലിയ ഒന്നോട് കാണിച്ചേ. വലിയ മറ്റേ മ്യൂസിക് ഇട്. ആ അങ്ങനെയാണത് നീങ്ങണത്. ഈ പാമ്പ് നീങ്ങണ എങ്ങനെയാന്ന് വെച്ചാ ഇതിന്റെ മസിലില്ലേ, മസിൽസ് ആണ് നീങ്ങുക. അതെന്തോ തിന്നാൻ കൊണ്ടുവരുന്നുള്ള കണക്കിനാണ് വന്നെ കേട്ടോ. ഇല്ല അനങ്ങായിരിക്കാം, ഒന്നും ചെയ്യില്ല. മാറ്റിക്കോ. കൊള്ളാല്ലേ? ഓക്കെ. അടുത്തത് ബർമീസ് പൈത്തണാണ്. ബർമീസ് പൈത്തൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി പുറത്തൊക്കെ ഉള്ള ഇനമാണ്. കിടക്കണമൊക്കെയല്ലേ, അതിൻ്റെ ഷെഡിങ് ഫേസിലാണത്. കണ്ടോ, ഇത് മെയിൻലി ബർമ, ഇന്തോനേഷ്യ, തായ്ലാൻഡ്, മലായ് ആർക്കിപ്പെലഗോ അവിടെ അങ്ങനെയൊക്കെയാണ്. ഇന്ത്യൻ ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു സ്നേക്ക് അല്ല ഇത്. അടുത്തത് റെറ്റിക്കുലേറ്റഡ് പൈത്തൺ. ഒരെണ്ണമുള്ളൂ, ചത്തൊന്നുമല്ല, അതും ഷെഡിങ് ഫേസിൽ തന്നെയാണ്. അത് രണ്ടെണ്ണം ഉണ്ടെന്ന് തോന്നുന്നല്ലേ. ഈ പാമ്പുകള് വലിയ പാമ്പുകളുണ്ടല്ലോ, കോൾഡ് ബ്ലഡഡ് ആണെന്നറിയാമോ? എന്താണ് ഈ കോൾഡ് ബ്ലഡഡ്? ആ ഓക്കെ നോക്കാം. എന്നാ പറ, എന്താണ് ഈ കോൾഡ് ബ്ലഡഡ്? തണുത്ത ബ്ലഡ് ഉള്ളതിനല്ല.
തണുത്ത ബ്ലഡറുള്ളതല്ല, കോൾഡ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു പീസിനെ നമ്മൾ കണ്ടില്ല കേട്ടോ. ഇപ്പോഴാണ് ഇതിനെ കണ്ടത്. ഈ എൻക്ലോഷർ കഴിഞ്ഞ് പോയിട്ട് പാമ്പുകളെ കണ്ട് തിരിച്ച് നടക്കുമ്പോഴാണ് ഈ സാധനത്തെ നമ്മൾ കണ്ടത്. ഈ കിളികളുടെ എൻക്ലോഷർ സൈസ് ഒന്ന് നോക്കി, ആളുകളായിട്ട് കമ്പയർ ചെയ്തിട്ട് എന്ത് വലിയ എൻക്ലോഷറാണ് നോക്കണേ. നല്ല പൊക്കത്തിലേക്കാണ് നിൽക്കുന്നത്. ബ്രൗൺ ഡിയർ, ബ്രൗൺ ഡിയർ അല്ല, ബാർക്കിംഗ് ഡിയർ, കുരയ്ക്കുന്ന മാൻ. കുരയ്ക്കുന്ന മാനെ കാണാം നമുക്ക്. എവിടെ? ഇതൊക്കെ അറ്റത്തോടെ കാണാം. കൊമ്പിരിക്കണ ഷാളെ കാണാൻ പറ്റില്ല. അല്ല, ഈ ക്യാമറയിൽ കാണാൻ പറ്റില്ല. കറക്റ്റ് ആ ബിൽഡിങ്ങിൻ്റെ മറ്റേ തൂണിൻ്റെ ആ സൈഡിൽ ഇരിപ്പുണ്ട് ആള്. അനങ്ങണില്ല, വേറെ കാണാൻ പറ്റില്ല. ഈ ഐറ്റംസ് ഒന്നും അങ്ങനെ അനങ്ങൂല. കാരണം എന്താ, പ്രൊഡക്റ്റേഴ്സ് പെട്ടെന്ന് ഈസിലി സ്പോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. ഏത് മയിലോ? അതും ആണാണ് കേട്ടോ, ആണുമയിലാണ്. മറ്റേ ഇതുള്ള സാധനമാണേ, ചെറുതായിട്ട് കാണാൻ പറ്റും ഇതിനകത്ത്. ഇപ്പോൾ കൊള്ളാട്ടോ, നൈസ്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ അടുത്ത എൻക്ലോഷറിലേക്ക് പോകും. ഇപ്പോൾ ഒരു മയിലിവിടെ ഇരിപ്പുണ്ട്. പക്ഷേ ഇതൊക്കെ ഓപ്പണായിട്ട് വളർത്തണമെന്ന് തോന്നുന്നല്ലേ. മയില് നമ്മളവിടെ ഇഷ്ടം പോലെ ഉണ്ടല്ലേ. ആ കാലടി പ്ലാന്റേഷനിലേക്ക് കയറി കഴിഞ്ഞാലല്ലേ ഇഷ്ടം പോലെ മയില. ഇത് ഭംഗിയാണല്ലേ. പോയി താൻ കാരണമാണ്. താൻ ആ മയിലിനെ പേടിപ്പിച്ച് അടിച്ചു. ഈ എൻക്ലോഷറിലൊന്നും ഇല്ലാന്ന് തോന്നുന്നല്ലേ, കാട് പിടിച്ചിറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. കുറേയൊക്കെ വെറുതെ കിടക്കുവാണേ. എല്ലാത്തിലൊന്നും സാധനങ്ങളില്ല. ബട്ട് റെസ്റ്റ് ചെയ്യാനൊക്കെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. സാമ്പാർ ഡിയർ അല്ലേ ഇത് മ്ലാവെന്ന് പറയുന്നത്? നല്ല ഡിസ്ക്രിപ്ഷൻ. ഇതിന് അത് കാണിക്കണ പുള്ളി എന്തോ മരുന്നെന്തോ അടിക്കാൻ നോക്കണമെന്ന് തോന്നുന്നു. പക്ഷെ എന്ത് വലിയ സാധനമല്ലേ, നല്ല സൈസ് ഉണ്ട്. ബട്ട് അവരെ ആക്രമിക്കുന്നില്ല കേട്ടോ അതല്ലേ. ശരി, ഒരു ടൈഗറിന് വയറ് നിറയെ അടിക്കാനുള്ളതുണ്ടല്ലേ. യെസ്, ഇവിടെ ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. ഈ പിള്ളേരെ എത്തിയാണുണ്ടാവില്ലേ, ഈ മറ്റേ കോഴിക്കുഞ്ഞുങ്ങളെ കളറടിച്ചുകൊണ്ട് പോകണല്ലേ. പിള്ളേരൊക്കെ കലിപ്പാന്ന് തോന്നുന്നുണ്ട്. അടുത്താണ് ശരിയാ. കുറുക്കൻ കിടക്കണുണ്ടാവളെ. ഇതും നമ്മുടെ വീടിന്റെ ബാക്കിലുണ്ട്. ആരാ, താനാണോ? ആ, ഒരെണ്ണുള്ളൂ അല്ലേ, അതിൻ്റെ ഉള്ളിലുണ്ടാവും പറഞ്ഞൂടാ. ബട്ട് കാണാൻ പാടാ. ഇനിയുണ്ടോ? ഓ, മയില് ഓക്കെ. അത് ബട്ട് മറ്റേ സാധനമാണേ, വൈറ്റ് കളറിലുള്ള. ഇതേ അണ്ണാൻ പോണെങ്കിൽ
നല്ല സൈസുള്ള എൻക്ലോഷറാണ്. വൈറ്റ് കളറിലുള്ള മയിലാണ്. ഇതിനിടയിൽ കൂടെ വീഡിയോ എടുക്കാൻ വീഡിയോ എടുത്താൽ കാണാൻ ഭയങ്കര പാടാണ്. 200 രൂപ മേടിക്കുകയും ചെയ്തു. ഇവിടെ അതിൻ്റെ മെയിലുണ്ട്. ആ കാണുന്നതാണ് മെയിൽ. ഓക്കെ, വേറെ ഒന്നുമില്ല ഇതിനകത്തല്ലേ. അണ്ണാനുണ്ട് ഇതിനകത്ത്. ആ ഓക്കെ ഓക്കെ. ഇവിടെ അത്യാവശ്യം കുറച്ച് തണുത്ത ഐറ്റംസ് എല്ലാം കിട്ടും. ഐസ്ക്രീം, പിന്നെ സ്നാക്സ്, അതൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഭയങ്കര ചൂടാണ് പുറത്ത്. ഇവിടെ ഐസ്ക്രീമും ഒരു തണുത്ത കൊക്കക്കോളയും. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഒട്ടക പക്ഷികളുണ്ട്. 2 പേര് ഇവിടെ ഉണ്ട്. ഹലോ ഹലോ, ആ ഇതന്നെ. എന്തൊക്കെയുണ്ട്, സുഖാണോ? എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ പുറത്തേക്ക് വരുന്നില്ല. എന്നെ കണ്ടിട്ടാ ഇത്രയും ലുക്കുള്ള ഒരാള് അല്ലേ? ആ അയ്യോ, അപ്പോൾ ഇവിടെ എന്തോ ടൈപ്പ് ജാവ ഫിഞ്ച് എന്തോ ടൈപ്പ് പക്ഷികളുണ്ട് ഇവിടെ. കാട്ടുപൂച്ചയാണ് ഇവിടെ ഉള്ളത്. കാട്ടുപൂച്ച. ഓക്കെ, പക്ഷെ ഒന്നിനെയും പുറത്ത് കാണാൻ പറ്റുന്നില്ല. മരം കയറും ഇതിൻ്റെ അകത്തായിരിക്കും. എന്തായാലും കാണാൻ പറ്റുന്നില്ല. ആ അല്ലല്ല, ദേ കിടക്കുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടെ കാണാൻ പറ്റില്ല, പക്ഷെ ആളവിടെ കിടപ്പുണ്ട്. അവിടെ കാട്ടുപൂച്ച. ആ പക്ഷെ കാണാൻ പറ്റില്ല. ഈ ടൈപ്പ് കമ്പിയുടെ ഇടയിൽ കൂടെ കാണാൻ ബുദ്ധിമുട്ടാണ്. ഹലോ ഹലോ, ക്യാരറ്റ് തിന്നുവാണ്. ഈ സൈഡിൽ താറാവാണ്. ഇവിടെ എന്താ? ആ തത്തയാണ് ഇരിക്കുന്നത്. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ആമയാണേ. ആ ഉണ്ട്. ഇങ്ങാപ്പുറ സൈഡിൽ കുറേ ഉണ്ട് കേട്ടോ. ഈ സൈഡിൽ പല ടൈപ്പ് വലിയ മരം. വിഷ്ണു നിൽക്കുന്നത്, വിഷ്ണു ഇരിക്കുന്നത്, വിഷ്ണു ചൊറിയുന്നത്, വിഷ്ണു മാന്തുന്നത്.
ടൈപ്പ് വല്യമാർ. ഓ ഈ ലേഔട്ട് ഇവിടെ എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്നത്. കൊള്ളാം. ഓക്കെ നമുക്ക് പോവാം. വെറൈറ്റി ആണ്. ഇതിൻ്റെ പേര് കഴിച്ചു മക്ക. അപ്പോൾ ഇവിടെ നമുക്ക് സിംഹവാലൻ, വളരെ ഫേമസ് ആയിട്ടുള്ള സിംഹവാലൻ കുരങ്ങനെ കാണാം. അമ്പോ നമ്മൾ അപ്പുറമുണ്ട്. നമ്മളെത്തിയപ്പോഴേക്കും പുള്ളിയുടെ ഫുഡ് കഴിക്കുന്ന ടൈമായി. തൊട്ടപ്പുറത്ത് ഫാമിലി ഉണ്ട്, ചെറുതായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ അതോടുകൂടി കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് എങ്ങനെയാണ് പുറത്ത് കിടന്നാൽ മതി. ഓക്കെ, കീരിയോ? യെസ് യെസ്, ഇതുണ്ട് ഇല്ലേ അവിടെ നമ്മളവിടെ. നടന്ന് ആവശ്യതയെ ഒരു രക്ഷയില്ല. പക്ഷേ ഇവിടെ ഏകദേശം ഞങ്ങൾ ഫുള്ള് നടന്ന് കണ്ടു. ഇനി ഞങ്ങൾ തിരിച്ചു പോകാനായിട്ട് പോവാണ്. അപ്പോൾ തിരിച്ചു പോകുന്നതിന് മുമ്പ് ഞങ്ങൾ കോയമ്പേടുള്ളൊരു മാളിലും കൂടെ കയറണമെന്നുണ്ട്, കുറച്ച് സാധനങ്ങളൊക്കെ നോക്കാനായിട്ട്. ഓക്കെ, മാളിൻ്റെ പേരായിരുന്നു 10 സ്ക്വയർ മാളല്ലേ? അപ്പോൾ 10 സ്ക്വയർ മാൾ എന്ന് പറയുന്നൊരു മാളിലേക്കാണ് ഇവിടുന്ന് പോകുന്നത്. ഓക്കെ, ഞങ്ങൾ പറഞ്ഞത് 10 സ്ക്വയർ മാളാണെങ്കിലും ഞങ്ങൾ വന്നത് നെക്സസ് വിജയ എന്ന് പറയുന്ന മാളാണ്. കാരണം 10 സ്ക്വയർ മാൾ വളരെ ചെറിയ മാളായിരുന്നു. അപ്പോൾ ഞങ്ങൾ നെക്സസ് എന്നുള്ള മാളിലേക്ക് പോന്നു. ഇത് അത്യാവശ്യം നല്ല വലിയ മാളാട്ടോ. നമുക്ക് അകത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല, എന്നാലും നോക്കാം. ഇതാണ് എനിക്ക് തോന്നുന്നു ഒരു സെൻറ്റർ ഭാഗത്താന്ന് തോന്നുന്നല്ലേ. കൊള്ളാട്ടോ, ഇത്രയും സൈസ് ഉണ്ടായിരുന്നല്ലേ അതിൻ്റെ ഉള്ളിൽ. വലിയൊരു ഓപ്പൺ ഏരിയ ആണ്. നമുക്ക് ആ വെസ്റ്റ് സൈഡിലേക്കൊന്ന് പോകണം. കൊള്ളാല്ലേ, നല്ല സ്പേഷ്യസ് ആയിട്ടുണ്ട്. ഞങ്ങൾ മാളിയിൽ നിന്ന് ഇറങ്ങി ഒന്ന് ഫ്രഷായി, കാരണം നല്ല ടയർഡായിരുന്നു. അപ്പോൾ ഞങ്ങളൊന്ന് ഫ്രഷായിട്ട് ഇപ്പോൾ ഒരു ഓട്ടോ പിടിച്ചിട്ട് നേരെ ഞങ്ങളുടെ ബസ് കിടക്കുന്ന ഏരിയയിലേക്ക് പോവാണ്. അതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് ഡയറക്റ്റ് അങ്കമാലിക്ക് പോവാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.